ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ചന്ദ്രനെല്ലൂർ ക്ഷേത്രത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന തെയ്യമായിട്ടുള്ള കുട്ടിച്ചാത്തം കെട്ടിയാടിയ പണിക്കരാണ്. ആ സമയത്ത് പണിക്കർ ആദ്യം തെയ്യം കെട്ടിയ സമയത്ത് ഞാൻ വളരെയധികം ഭയന്നിട്ടുണ്ട്. ആ ഒരു മുഖത്തെ വാവും കാര്യങ്ങളും കണ്ടിട്ട്. എങ്ങനെയാണ് കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ ഒരു അനുഭവം എന്നൊന്ന് നമുക്ക് ചുരുക്കി പറഞ്ഞു തരാൻ പറ്റുമോ? അത് ആ സമയത്തിലെ അനുഭവം ഇപ്പം പറയാൻ പറ്റില്ല. അത് കെട്ടിയിട്ട് കാണുമ്പോൾ ആ രൂപം നമ്മൾ ആവാഹിച്ചെടുക്കുന്നു ഒരു സംഭവമുണ്ട്. നമ്മൾ വെള്ളാട്ടായാലും തെയ്യായാലും പാലക്കാട്ടോട് തന്ന നിവേദനം കഴിച്ചിട്ടാണ് പട്ടും നാഗാടും വെള്ളാട്ട സമയത്ത് നാഗാടും വെച്ച് പൂജിച്ചിട്ട് ആടുന്ന് മൊത്തത്തിൽ കഴിഞ്ഞിട്ടാണ് പൂജിച്ചിട്ട് എടുക്കുന്ന സമയത്ത് അത് കെട്ടിയിട്ട് ആടുന്ന് വരുമ്പോൾ ആടുന്ന് മുതൽ അങ്ങോട്ട് നമുക്കൊന്നും തിരിയില്ല. മനുഷ്യജന്മല്ല. ഒരു കളകാട്ടത്തോറും ജപിച്ചു തന്ന സാധനമാണ്. അത് കളകാട്ട മന്ത്രവാദിയുടെ പടിഞ്ഞാട്ടത്തിൽ പൊട്ടിപ്പുളർന്ന ഒരു സാധനം നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കണം. അത് ഒരു നാളെ ഒരു ഇതാണ്, ധർമ്മമാണ്. ഒരു തെയ്യം അങ്ങനെയാണെന്നുള്ളത്. അത് തെയ്യത്തിൻ്റെ ആ തെയ്യം അങ്ങനെ ആവേണ്ടത്. ആ ധർമ്മം ആവാഹിച്ചെടുക്കൽ ആ തെയ്യക്കാരൻ്റെ ഒരു ഇതാണല്ലേ. ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പച്ചായ സുരപ്പണിക്കൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് എന്നാന്ന് തോന്നുന്നത് ആ ദൈവം നമുക്ക് കാണിച്ചു തരും. ദൈവത്തിൻ്റെ ആ ഒരു ഇതാണെന്ന ശക്തി, ആ ചൈതന്യം നമ്മളിലേക്ക് കൂടി കയറുന്നുണ്ട്. 100% ഉറപ്പാണ്. ഈ ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ എൻ്റെ അനുഭവം എനിക്ക് പറയാൻ കഴിയും.